الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بسم الله ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അടിമകളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മൾ ഇഷ്ടം വെക്കാവുന്നതിൽ ഏറ്റവും അതിനർഹൻ എന്ന് നമ്മൾ പല കാരണങ്ങളെ കൊണ്ട് വിശദീകരിച്ചു. ഒരാളോടുള്ള ഇഷ്ടത്തിൻ്റെ മറ്റൊരു കാരണമാണ് ഒരു ന്യൂനതയും കുറവും ഇല്ലാതിരിക്കുക എന്നത്. എല്ലാ അധമ വിശേഷണങ്ങളിൽ നിന്നും പരിശുദ്ധനാവുക എന്നത് സ്നേഹത്തിൻ്റെ ഒരാളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ്. അത് അയാളിലുള്ള ഒരു ഭംഗിയും, ഒരു ന്യൂനത ഇല്ലാതിരിക്കുക എന്നത് ഒരാളുടെ ഭംഗിയാണ്. അമ്പിയാക്കളും സുദ്ദീഖീങ്ങളുമാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധരായിട്ടുള്ളത്. ന്യൂനതയില്ലാത്ത ആളുകൾ ഒന്നേ നമ്മുടെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും സുദ്ദീഖീങ്ങളൊക്കെയാണ്. പക്ഷേ പരിശുദ്ധി, തഖ്ദീസ്, സമ്പൂർണ്ണ പരിശുദ്ധി എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഉള്ളതാണ്. മലിക്കുൽ ഹഖ് അൽ ഖുദ്ദൂസ് ദുൽ ജലാലി വൽ ഇക്റാം, ഏകനായ പരിശുദ്ധനായ സമ്പൂർണമായ ബഹുമാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഗുണങ്ങളുള്ളവനായ അള്ളാഹു തആലയാണ് യഥാർത്ഥമായ പരിശുദ്ധിയുടെ ഉടമ. നമ്മൾ ആരൊക്കെയോ ഒക്കെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അവരൊക്കെ ന്യൂനതയുള്ള ആളുകളാണ്. ഒരു ന്യൂനതയല്ല, പല ന്യൂനതകൾ. ഏറ്റവും വലിയ ന്യൂനത എന്താ മനുഷ്യനിലുള്ള? നമ്മൾ ഏറ്റവും വലിയ ഒരാളെ സങ്കല്പിച്ചോളൂ, ഏറ്റവും വലിയ പണ്ഡിതനെ, ഏറ്റവും വലിയൊരു കഴിവുള്ള ഒരാളെ സങ്കല്പിച്ചോളൂ. ഏറ്റവും വലിയ ന്യൂനത എന്താ? അയാളുള്ള ഏറ്റവും വലിയ ന്യൂനത അയാളൊരു സൃഷ്ടിയാണ് എന്നുള്ളതാണ്. കഴിവ് കെട്ട ഒരു സൃഷ്ടിയാണ്. അള്ളാഹു എന്ന സൃഷ്ടാവ് കൽപ്പിക്കുന്ന മാതിരി ചെയ്യാനേ അയാൾക്ക് കഴിയുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ ന്യൂനത. നമ്മളൊക്കെ പൂർണ്ണത അള്ളാഹുവിന് മാത്രമാണ്. വേറുള്ളവർക്കൊക്കെ ഉള്ള പൂർണ്ണത എല്ലാം തികഞ്ഞവനാണ് എന്ന് പറയണമെങ്കിൽ അല്ലാഹു തആല അയാൾക്ക് കൊടുത്ത ഒരളവിൽ മാത്രമേ അയാൾ പൂർണ്ണനാവുന്നുള്ളൂ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, പൂർണ്ണത എന്ന് പറയുന്നത് അയാൾ മറ്റൊരാളുടെ കീഴിലുള്ള ആളാകാൻ പാടില്ല, മറ്റൊരാൾ നിലനിൽക്കുമ്പോൾ നിൽക്കാൻ പാടില്ല. നമ്മളൊക്കെ പടച്ചവൻ്റെ കീഴിലുള്ള ആളുകളാണ്. അല്ലാഹു തആല നിലനിൽപ്പ് തന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അത് അള്ളാഹിനെ കുറിച്ച് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു അല്ലാത്തവരൊക്കെ അങ്ങനെയാണ്. ഫഹുവൽ മുൻഫരിദു ബിൽ കമാൽ, അള്ളാഹു പൂർണ്ണത കൊണ്ട്, അള്ളാഹു തആലക്ക് മാത്രമേ പൂർണ്ണതയുള്ളൂ. അൽ മുനസ്സഹു അനിൻ നഖ്സ്, യാതൊരു ന്യൂനതയും, അൽ മുനസ്സഹു അനിൻ നഖ്സിൽ മുഖദ്ദസി അനിൽ ഉയൂബ്, ഒരു പൂർണ്ണത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അവനിൽ ഒരു അപൂർണതയും ന്യൂനതയും അള്ളാഹുവിനില്ല. ഇത് അള്ളാഹുവിൽ മാത്രമുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ആൾക്കാരെ കുറിച്ച് പറയും, അയാൾ അങ്ങനെയാണ്, അയാൾ ഉഷാറാണ്, അയാൾ ഭയങ്കര ഉഷാറാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് അയാളേക്കാൾ ഉഷാറായ ആളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നമ്മൾ പറയാണ് അയാൾ ഭയങ്കര മൂല്യരാണ്, അയാൾ ഭയങ്കര വിവരമാണ്, അയാൾ ഭയങ്കര പ്രസംഗമാണ്, അയാൾ ഭയങ്കര കഴിവാണ്, വലിയ എഞ്ചിനീയറാണ്
എന്നൊക്കെ പറയുന്നത് അയാളുടെ മുകളിലുള്ള ഒരാളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് പറയാണ്. ഇപ്പം കഴുതനെയും കുതിരനെയും ചേർത്ത് നോക്കുമ്പോഴാണല്ലോ കുതിര പൂർണ്ണമാണെന്ന് പറയുന്നത്. അതേസമയത്ത് മനുഷ്യനിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ കുതിര വളരെ താഴെയല്ലേ. മനുഷ്യനും കഴുതയും കുതിരയും കൂടിയും കൂടുമ്പോൾ കഴുതിനേക്കാൾ പൂർണ്ണമാണ്, ഭയങ്കര നല്ല ജീവിയാണ്, ഏറ്റവും മുന്തിയ ജീവിയാണ് കുതിര എന്ന് പറയും. പക്ഷേ മനുഷ്യനിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ കുതിര ഒന്നും അല്ലല്ലോ. മനുഷ്യൻ്റെ കീഴിൽ അവന് വേണ്ടി അടിമപ്പണി എടുക്കുന്ന ഒരു ജീവി മാത്രമാണ് കുതിര. ചുരുക്കത്തിൽ പൂർണ്ണർ എന്ന് പറയുന്നവർക്കൊക്കെ അപൂർണതയും ന്യൂനതയും ഉണ്ട്. അപ്പോൾ ഫഇന്നൽ ജമീല മഹ്ബൂബ്, ആകെ ഇതുവരെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അഴകുള്ളതും ഭംഗിയുള്ളതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ അഴകുണ്ടല്ലോ, അകത്തുള്ള അഴക്, ഹുവൽ വാഹിദുല്ലദീ ലാ നിദ്ദല, യാതൊരു പങ്കാളികളുമില്ലാത്ത, എതിരാളി പോലും ഇല്ലാത്ത ഏകനായ അള്ളാഹുവിനാണ്. അള്ളാഹു തആലാക്ക് തുല്യനുമില്ല, എതിരാളിയില്ല. അൽ ഫർദുല്ലദീ ലാ നിദ്ദ ലഹു, അവന് എതിരാളി, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന ഒരു എതിരാളിയും അള്ളാഹുവിനില്ല. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ഒരാൾക്ക് പോലും തർക്കിക്കാൻ പറ്റില്ല. അള്ളാഹു സ്വയം പ്രാപ്തനാണ്. ലാ ഹാജത്ത് ലഹു, അവന് ആരെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഇതല്ലേ പൂർണ്ണത. അൽ ഖാദിറുല്ലദീ യഫ്അലു മാ യശാ, അവനാണ് യഥാർത്ഥ ശക്തൻ. അവൻ ഉദ്ദേശിക്കുന്നതേ ഇവിടെ ചെയ്യൂ. അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവനത് ചെയ്യും. വയഹ്കുമു മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വിധി കൽപ്പിക്കും. ലാ റാദ്ദ ലിഹുക്മി, അവൻ്റെ തീരുമാനത്തിന് റദ്ദ് ചെയ്യാൻ ആർക്കുമാവില്ല. അല്ലാഹു തആലയുടെ പ്രഖ്യാപനത്തെ മറ്റൊരു പ്രഖ്യാപനം കൊണ്ട് തിരുത്താനും പറ്റൂല. അൽ-ആലിമുല്ലദീ ലാ യഅ്സുബു അൻ ഇൽമിഹി ശൈഉൻ മിസ്ഖാലു ദർറത്തിൻ ഫിസ്സമാവാതി വൽ അർദ്, അവനാണ് യഥാർത്ഥ അറിവുള്ളവൻ. അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറയുന്നത് ഈ ആകാശമായാലും ഭൂമിയിലായാലും അതിലൊരു ചെറിയ തൂക്കം പോലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അത് അറിയാതെ കൂല. അള്ളാഹ്ക്ക് അറിയാത്തതൊന്നും ഈ ഭൂമിയിൽ നമുക്കെന്താ അറിയാം? ഈ ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഒരു അണുമണി തൂക്കം വസ്തുക്കളുണ്ടെങ്കിൽ അള്ളാഹുവിനറിയാത്തതായിട്ടൊന്നുമില്ല. അൽ ഖാഹിറുല്ലദീ ലാ യഖ്റുജു അൻ ഖബ്ദതി ഖുദ്റതിഹി അനാഖുൽ ജബാബിറ, വലിയ വലിയ പോക്കിരിമാരൊക്കെ ഉണ്ടാവും ഭൂമിയിൽ. പക്ഷെ അള്ളാഹിൻ്റെ ആ കുതിരത്തിൻ്റെ പിടുത്തം അവരെ പിടിച്ചാൽ പിന്നെ അവർക്ക് കുതിറി മാറാൻ കഴിയില്ല. ഏറ്റവും വലിയ രാജാവായാലും ശരി, പടച്ചോൻ അങ്ങ് പിടിച്ചാൽ പിന്നെ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എത്ര മുതലാളിയായാലും, എത്ര പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും അള്ളാഹു പിടിച്ചാൽ ആ പിടുത്തത്തിൽ നിന്ന് ആർക്കും കുതിറി മാറാൻ കഴിയില്ല. നമ്മളതൊക്കെ കാണുന്നതാണ്. അള്ളാഹുവാണ് യഥാർത്ഥ അസ്തിത്വമുള്ളവൻ. അള്ളാഹിൻ്റെ ഹദറത്തിൽ ഇല്ലായ്മ എന്നൊന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ട് തലക്കും ഇല്ലായ്മയാണ്. ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ ഉണ്ടായി, ഇനിയും നമ്മളില്ലാതെയാകും. അങ്ങനെയുള്ള അസ്തിത്വമാണ്, വുജൂദാണ് നമുക്കുള്ളത്. അള്ളാഹു അൽ ഖയ്യൂമുല്ലദീ യഖൂമു ബിനഫ്സിഹി, അള്ളാഹു എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. അവൻ ഒറ്റക്കാണെല്ലാം നിയന്ത്രിക്കുന്നത്. അവന് മാത്രമാണ് പ്രതാപവും അധികാരവുമുള്ളത്. അവന് മാത്രമാണ് ഉടമസ്ഥതയും രാജാധികാരവുമുള്ളത്. ഇല്ലാഹി യുരിസുഹ, ഈ ഭൂമിയൊക്കെ ഇപ്പോൾ നമ്മളതാണെന്നൊക്കെ പറയും. നമ്മളതാന്ന് പറഞ്ഞിട്ട് നമുക്കാർക്കും പിടിച്ചേക്കാൻ പറ്റുന്നില്ലല്ലോ. കുറേ കഴിയുമ്പോൾ അതിൻ്റെ ആധാരം മാറ്റുന്നില്ലേ? ഇനി ഈ ഭൂമിയിൽ ഏതൊക്കെ ആധാരമുണ്ട് അതൊക്കെ നശിപ്പിക്കപ്പെട്ട് പടച്ചോൻ്റെത് മാത്രമായി തീരുന്നൊരു ദിവസമുണ്ട്. അന്ന് ആർക്കും അറിയാൻ പറ്റില്ല എൻ്റെ ഭൂമിയാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് എല്ലാം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അള്ളാഹു വലിയ ഉദാരനാണ്, വലിയ ബഹുമാനമുള്ളവനാണ്, വലിയ ഭംഗിയുള്ളവനാണ്, സമ്പൂർണമായ കഴിവും പ്രാപ്തിയുമുള്ളവനാണ്. അള്ളാഹു തആലാനെ അറിയാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാൻ കഴിയില്ല, സാധിക്കില്ല എന്ന് സമ്മതിക്കലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനെ അറിയാൻ കഴിയുമോയെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവെന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹിനെ അറിഞ്ഞ് അള്ളാഹിനെ അറിയാൻ കഴിയില്ല എന്ന് സമ്മതിക്കുന്നിടത്താണ് അള്ളാഹു
സുബ്ഹാനഹു വ തആല. അമ്പിയാക്കളെ പദവി, ആ പദവിൻ്റെ ഏറ്റവും വലിയ പദവി എന്താ? അള്ളാഹിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയലാണ്. നമ്മൾ പറയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഉഹ്സീ സനാഅൻ അലൈക് അന്ത കമാ സനൈത അലാ നഫ്സിക്. നബി തങ്ങൾ വിത്ർ നിസ്കാരത്തിൻ്റെ പിന്നിൽ പറഞ്ഞിരുന്ന ദുആ ആണ്, പലപ്പോഴും പറഞ്ഞിരുന്ന ദുആ ആണ്, നമ്മളൊക്കെ പറയുന്നതാണ്. ലാ ഉഹ്സീ സനാഅൻ അലൈക്, അല്ലാഹുവേ നിന്നെ പുകഴ്ത്തി പറയാൻ എനിക്ക് കഴിയില്ല, എൻ്റെ മേലിലുള്ള പ്രശംസയെ എനിക്ക് സാധ്യമല്ല. കമാ അസ്നൈത അലാ നഫ്സിക്, കാരണം നീ തന്നെ പ്രശംസിച്ചതിന് വേണ്ടി, നിന്നെ തന്നെ പ്രശംസിക്കണമെങ്കിൽ നിൻ്റെ പ്രശംസകൾ എത്രമാത്രം സവിശുദ്ധമാണ്, എത്രമാത്രം പൂർണ്ണമാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ തന്നെ പ്രശംസിക്കാൻ കഴിയില്ല അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിനെ നബി തങ്ങൾ പ്രശംസിക്കുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അൽ അജ്സു അൻ തറക്കിൽ ഇദറാഖി ഇദറാഖു. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയലാണ് ഇദറാഖു, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളത്. അള്ളാഹിനെ എത്ര മനസ്സിലാക്കണം അവർ? അള്ളാഹുവിനെ അപ്പോൾ അവരെത്രത്തോളം മനസ്സിലാക്കണം? അപ്പോൾ അള്ളാഹ് എത്ര പരിശുദ്ധനാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വഴി പോലും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് സമ്മതം പറയലാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്വവും വലിപ്പവും അവൻ്റെ കഴിവും അവൻ്റെ അറിവും എത്രമാത്രം വലുതാണ്. അള്ളാഹു എന്ന് പറയുന്ന ആ ആലിമും ഖാദിറുമായ അള്ളാഹു നമുക്ക് തന്ന ഏതാനും പരിമിതമായ അറിവും കഴിവും കൊണ്ടെങ്ങനെ കഴിവിനും അറിവിനും പരിമിതിയില്ലാത്ത അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അപ്പോൾ ഈ നിലക്ക് എല്ലാം പൂർണ്ണനായ ഒരാൾ എന്ന നിലക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ല? അള്ളാഹു നമുക്കെന്തെങ്കിലും ചെയ്തു തന്നു എന്നതിൻ്റെ പേരിലല്ല, അത് വേറെ കാര്യം, അത് വേറുണ്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അള്ളാഹു നമുക്ക് എന്തെങ്കിലും തന്നു എന്നതിൻ്റെ പേരിലല്ല, അവൻ സമ്പൂർണ്ണനാണ്, അവൻ യാതൊരു ന്യൂനതയുമില്ലാത്തവനാണ് എന്ന നിലയിൽ. മഹാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന അവദ്ദൽ അവിദ്ദാഇ ഇലയ്യ മൻ അബദനി ബിഗൈരി നവാൽ ലാകിൻ ലിയുഅത്തി റുബൂബിയ്യത ഹഖ്ഖഹ. എനിക്ക് എൻ്റെ അടിമകളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, എനിക്ക് അള്ളാഹ് പറയാണ്, എൻ്റെ അടിമകളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എനിക്ക് ഇബാദത്ത്, കിട്ടാൻ വേണ്ടി അല്ലാതെ എനിക്ക് ഇബാദത്ത് എടുത്തവനാണ്. പിന്നെന്തിനാ? അവൻ എൻ്റെ റബ്ബാണ്, അവൻ്റെ ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥനായ അള്ളാഹു തആലക്ക് ചില കടപ്പാടുകൾ എനിക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നതിൻ്റെ പേരിൽ, സ്വർഗത്തിന് വേണ്ടിയൊന്നുമല്ല. സബൂറിലുണ്ടത്രേ, സബൂർ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ടല്ലോ, അതിലൊക്കെ എന്തൊക്കെയുള്ളത്? മൻ അദ്ലമു മിമ്മൻ അബദനി ലിജന്നത്തിൻ ഔ നാരിൻ ലൗ ലം ഖലഖ ജന്നത്തൻ വലാ നാറൻ ലം അകുൻ അഹ്ലൻ അൻ യുതാഅ. എൻ്റെ മുന്നിലുള്ളത് കുറേ സാധാരണക്കാരായ ആളുകളാണ്. നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഒരു വലിയ പ്രത്യേകമായ ഒരു ലെവലിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടിമകളുടെ ഉയർന്നൊരു പദവിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആരും ഈ കേൾക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. സ്വർഗത്തിന് വേണ്ടിയും നരകത്തിന് വേണ്ടിയും എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് സബൂറിൽ. സ്വർഗത്തിന് വേണ്ടിയും നരകത്തിന് വേണ്ടിയും എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവനല്ലേ ഏറ്റവും വലിയ ദുൽമ്. അപ്പോൾ പിന്നെ സ്വർഗവും നരകമൊന്നും ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ അർഹതയുണ്ടാകൂലേ? സ്വർഗത്തിന് വേണ്ടി നരകത്തിന് വേണ്ടി അമൽ ചെയ്യുന്ന ആൾക്കാരോടാണ് ചോദിക്കുന്നത്. അതെന്ത് ന്യായ? അപ്പോൾ സ്വർഗവും നരകമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഇബാദത്ത് ചെയ്യണ്ടേ? അപ്പോൾ എനിക്ക് ഇബാദത്ത് അയാൾ ചെയ്യൂലേ? അതിനെനിക്ക് അർഹതയുണ്ടാവൂലേ? മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം ഒരു കൂട്ടാൾക്കാരൊക്കെ നടന്നു പോയപ്പോൾ, നിങ്ങളെന്തിനാ ഇബാദത്ത്, ശരീരമൊക്കെ മെലിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങൾ നരകം പേടിച്ചിട്ടാണ്, സ്വർഗം ആഗ്രഹിച്ചിട്ടാണ് എന്ന്.
അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ നരകത്തിനെ പേടിച്ചിട്ടും സ്വർഗത്തിനെ പേടിച്ചിട്ടാണ് ഇബാദത്തെടുക്കണതെന്ന് പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, അല്ല, അള്ളാൻ്റെ ഒരു സൃഷ്ടിനെ നിങ്ങൾ പേടിക്കുകയാണോ? അള്ളാൻ്റെ സൃഷ്ടിനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ? അള്ളാൻ്റെ സൃഷ്ടിയല്ലേ സ്വർഗവും നരകമൊക്കെ. ആ അള്ളാൻ്റെ സൃഷ്ടിനെ ഭയപ്പെട്ടിട്ടാണോ നിങ്ങൾ നരകത്തിനെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഇബാദത്തെടുക്കുന്നത്? അള്ളാനെ പേടിച്ചിട്ടല്ലേ. കേവലം നമ്മളെപ്പോലെയുള്ള അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് സ്വർഗം. അതിനാഗ്രഹിച്ചിട്ടാണോ നമ്മൾ ഇബാദത്തെടുക്കേണ്ടത്? അള്ളാനെ ആഗ്രഹിച്ചിട്ടല്ലേ. അപ്പോഴാണ് മൂപ്പര് വേറൊരു ടീമിൻ്റെ അടുത്ത് കൂടെ കടന്നു പോകുന്നത്. നിങ്ങളെന്തിനാണ് അള്ളാനെ ആരാധിക്കണമെന്ന് ചോദിച്ചു. അള്ളാഹിനോട് ഇഷ്ടമായിട്ട് അള്ളാഹിനോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്നവർ ഹബ്ബല്ലഹു വതഅദീമല്ലി ജലാലി. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞത്, അൻതും ഔലിയാഉല്ലാഹി ഹഖ്ഖാ, നിങ്ങളാണ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ, സത്യമായ ഔലിയാക്കന്മാർ, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ നിങ്ങളാണ്. മഅക്കും ഉമിർതു അൻ നുഖിയും, ഞാൻ നിങ്ങളെ കൂടെയാണ് നിൽക്കുന്നത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ബഹുമാനവും വെച്ചിട്ട് ഇബാദത്തെടുക്കുന്നവരാരുണ്ടോ അതിനു വേണ്ടിയാണ്. നമ്മൾ സുജൂദ് റുക്കുവൊക്കെ ചെയ്യൂലേ കൂട്ടരെ, അള്ളാഹുവിനോടുള്ള മഹബത്തും അവനോടുള്ള കടപ്പാട് നിർവഹിക്കാൻ വേണ്ടിയായിരിക്കണം. നമ്മൾ നിസ്കരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ പറയുന്നത്, ഉസല്ലി ഫറള സുബ്ഹി, ഇന്ന് സുബൈക്ക് നിയ്യത്ത് വെച്ചില്ലേ നിങ്ങളൊക്കെ, ഞാൻ സുബൈ നിസ്കരിക്കുകയാണ് ലില്ലാഹി തആല, അള്ളാഹ്ക്ക് വേണ്ടി. അതാണ് ഇതിൻ്റെ പൂർണ്ണത. അല്ലാതെ സ്വർഗത്തിന് വേണ്ടിയല്ല, നരകത്തിന് വേണ്ടിയല്ല, അള്ളാഹിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. ലില്ലാഹ്, അള്ളാഹുവിനെ ബഹുമാനിച്ചതിന് വേണ്ടി, അവനോട് മുന്നിടാൻ വേണ്ടി, അവനോടുള്ള കടപ്പാട് നിർവഹിക്കാൻ വേണ്ടി എന്നാണ് എൻ്റെ അർത്ഥം. ആ കടപ്പാട് നിർവഹിക്കൽ സ്വർഗം തന്നതിൻ്റെ പേരിലാണോ കൂട്ടരെ? അബൂ ഹാസിം റഹിമഹുല്ല പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ കൂലിയും ശിക്ഷയൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തെടുക്കാൻ എനിക്ക് ലജ്ജയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാനൊരു അടിമയാണ്. യജമാനെ പേടിച്ചിട്ട് മാത്രം പണിയെടുക്കുന്ന അടിമ എന്ന് പറയുന്നൊരു മോശപ്പെട്ട അടിമല്ലേ. അപ്പോൾ ഇതാണ്. പിന്നെ അഞ്ചാമത്തെ ഒരു കാരണം കൂടെ ഉണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണനാണ്. ഞാനിന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിയിട്ടുള്ള കുറച്ച് ആയത്തുകൾ ഞങ്ങളെ കേൾപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ കേട്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അള്ളാഹിനെ കുറിച്ച് പറയുന്ന ഈ സദസ്സിൽ ഈ ആയത്തൊക്കെ നിങ്ങളൊന്ന് കേൾപ്പിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹിനോട് മഹബത്തുള്ള നിങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ പരമാവധി ആളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അള്ളാഹിനോട് മഹബത്ത് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ. അത് എൻ്റെ ക്ലാസ് എന്ന രീതിയിലല്ല, ഞാനല്ലല്ലോ സംസാരിക്കുന്നത്, ഗസാലി ഇമാമിൻ്റെ കലാമാണല്ലോ സംസാരിക്കുന്നത്. പരമാവധി അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ആളുകളിലൊക്കെ ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇതൊന്നും ഇപ്പം ഇല്ലല്ലോ പൊതുവേ. അള്ളാഹിനെക്കുറിച്ച് പറയുന്ന ഒക്കെ നമുക്കറിയാം, അള്ളാഹിൽ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വാദവും പ്രസംഗമൊന്നും അല്ലല്ലോ നമുക്കുള്ളത്. നമ്മൾ കുറേ കഥ കേൾക്കുന്ന ആളുകളാണ്, കുറേ സ്വർഗം നരകം മാത്രമേ കേൾക്കണുള്ളൂ. അള്ളാഹുവിൻ്റെ മഹത്വവും അവൻ്റെ വലിപ്പവും അവൻ്റെ സിഫാത്തുകളെക്കുറിച്ചുള്ള അറിവും നമ്മൾ പറയാറില്ല. നമുക്ക് വിചാരിച്ചാൽ തന്നെ കിട്ടുമൊക്കെ, നമ്മൾ ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ഈ പറയണമൊക്കെ. ഇതൊക്കെ ബുദ്ധിപരമായ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഇത് നമ്മളെ ബുദ്ധി, ഇതൊക്കെ അള്ളാഹുവിൽ ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹുവിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഹദീസ് കുറച്ചല്ലേ ഉള്ളൂ. പക്ഷേ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ, അവൻ്റെ അറിവിൻ്റെ വലിപ്പം, അവൻ്റെ കഴിവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ നമ്മളങ്ങനെ ചിന്തിച്ചിരുന്നാൽ മതി. ഈ ഭൂമിയിലേക്കും ആകാശത്തിലേക്കും നോക്കി അഫലം യൻദുറു, ആകാശഭൂമികളിലേക്ക് നോക്കിയിരുന്നാൽ തന്നെ അള്ളാഹിൻ്റെ മഹത്വം ഉണ്ടാകും, അള്ളാഹിനോടുള്ള മഹബത്ത് ഉണ്ടാകും. ഒരു നിമിഷത്തെ ചിന്ത ഒരു 100 റക്അത്ത് നിസ്കാരത്തിനേക്കാൾ ഉത്തമമാണ്. അപ്പോൾ ഞാൻ ഓതിയ ആയത്ത് ഇങ്ങനെ പറഞ്ഞുതരാം, അള്ളാഹു തആലാനെ മനസ്സിലാക്കാൻ. സൂറത്തു നംലുണ്ടല്ലോ, ഉറുമ്പിനെ കുറിച്ച് പറയുന്ന കഥ പറയുന്ന ഒരു സൂറത്താണ് ഉറുമ്പ്. ഉറുമ്പിന് കുറേ സാമൂഹ്യ ബോധമൊക്കെ ഉണ്ട്. ആ സൂറത്തിൽ കാണാം, നിങ്ങളെ സുലൈമാനും കൂട്ടിരുന്ന് നിങ്ങളെ ചവിട്ടും എല്ലാവരും കൂട്ടുകയറിക്കോളി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ബോധമുള്ള ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്ന ഒരായത്ത് നോക്കി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, أَمَّنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَأَنزَلَ لَكُم مِّنَ السَّمَاءِ مَاءً فَأَنبَتْنَا بِهِ حَدَائِقَ ذَاتَ بَهْجَةٍ مَا كَانَ لَكُمْ أَن تُنبِتُوا شَجَرَهَا إِلَٰهٌ مَّعَ اللَّهِ
ബൽ ഹും ഖൗമുൻ യഅദിലൂൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. ഒന്ന് കാണി, ഒന്ന് ആകാശം ഭൂമിയൊക്കെ ഒന്ന് കണ്ടാളി, എത്ര വലിപ്പമുണ്ട്. നിങ്ങളെ വീട്ടിലേക്കൊന്ന് നോക്കിയാളി, പരിസരത്തുള്ള വീടുകളിലേക്കൊക്കെ നോക്കിയാണ് എല്ലാം ചെറിയ ചെറിയ തീപ്പെട്ടിക്കൊള്ളി മാതിരി ഒരു ചെറിയൊരു ഒരു തരിയുടെ വലിപ്പമല്ലേ ഉള്ളൂ. ഈ കാണുന്ന ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ. വൻസലലക്കും മിനസ്സമാഇ മാഅ, അങ്ങനെ ആകാശത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നവൻ. നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന വെള്ളമല്ലേ, ശുദ്ധീകരിക്കുന്ന, കുടിക്കുന്ന, ഭക്ഷണം പാകം ചെയ്യുന്ന, കുളിക്കുന്ന, ഒഴുകുന്ന, സൂക്ഷിക്കപ്പെടുന്ന വെള്ളം ആകാശത്തിൽ നിന്നിറക്കി. ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ, അങ്ങനെ ആ വെള്ളം കൊണ്ട് വളരെ മനോഹരമായ തോട്ടങ്ങളെ മുളപ്പിച്ചില്ലേ. മാ കാന ലക്കും അൻ തുംബിതൂ ശജറഹ, അങ്ങനെ ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കാനോ, അങ്ങനെ അതിൽ നിന്ന് ഈ മനോഹരമായ തോട്ടങ്ങൾ. ആ പരിസരത്തൊക്കെ നോക്കി എന്തൊക്കെ വിധം തോട്ടങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. നിങ്ങളെ മുന്നിലേക്ക് മാത്രം നോക്കിയാൽ പോരാ, ലോകത്തേക്ക് മൊത്തം നോക്ക്. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് കഴിയുമോ അങ്ങനെ മുളപ്പിക്കാൻ, അതിൻ്റെ മരങ്ങളെ മുളപ്പിക്കാൻ, അതിനെ വളർത്താൻ? എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, ഇലാഹും അല്ലാഹ്, അള്ളാഹുവിനെ കൂടെ വേറെ ദൈവമുണ്ടോ? അള്ളാഹുവിനെ കൂടെ ആരാധിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ബൽഹും ഖൗമുൻ യഅദിലൂൻ, എന്നിട്ടും അള്ളാഹുവിനോട് മറ്റ് ബിംബങ്ങളെ അവർ പങ്കുവെക്കുകയാണ്, ആരാധിക്കുകയാണ്. അടുത്ത ആയത്ത്, അമ്മൻ ജഅലൽ അർള ഖറാറൻ വസ്ജഅല ഖിലാലഹാ അൻഹാറാ വജഅല ലക്കും ജഅല ലഹാ റവാസിയ വജഅല ബൈനൽ ബഹറൈനി ഹാജിസാ അഇലാഹും മഅല്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. അമ്മൻ ജഅലൽ അർള ഖറാറാ, ഭൂമിയെ അവൻ ഉറച്ചു നിൽക്കുന്ന വസ്തുവാക്കി, ഇളകാത്ത ഉറച്ചു നിൽക്കുന്ന വസ്തുവാക്കി ഇല്ലയോ? അങ്ങനത്തെ ഒരുവൻ, ഭൂമിയെ ഇളകാത്ത ഭൂമിയാക്കി നിർത്തിയവൻ. വജഅല ഖിലാലഹ അൻഹാറ, ഭൂമിക്കിടയിലൂടെ പുഴകളെ ഒഴുക്കിയ ഒരുവൻ. എത്ര പുഴയാ, കിഴക്കും പടിഞ്ഞാറും വലത്തുമായിട്ട് ലോകത്തെ ഏറ്റവും വലിയ പുഴയും ചെറിയ പുഴകളും ഒക്കെ ഒന്ന് കാണണം. ഈ പുഴകളെ ഉണ്ടാക്കി. വജഅല ലഹാ റവാസിയ, ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ പർവ്വതങ്ങളെ ആണികളാക്കി നിശ്ചയിച്ചവൻ. വജഅല ബൈനൽ ബഹറൈനി ഹാജിസ, ഉപ്പുവെള്ളവും ശുദ്ധവെള്ളവും എന്ന നിലയിൽ പുഴകൾക്കിടയിൽ ഭിത്തികളെ നിർമ്മിച്ചവൻ. ചിലതിൽ ഉപ്പ്, ചിലതിൽ ശുദ്ധവെള്ളം. എങ്ങനെയാണത്? ആരുണ്ടാക്കിയത്? അതിനിടയിൽ മാറ്റം ആരാണതിൻ്റെ ഇടയിൽ മാറ്റമുണ്ടാക്കിയത്? ഈ കാണുന്ന പുഴകൾക്കിടയിലുള്ള വെള്ളമൊക്കെ ശുദ്ധവെള്ളമല്ല, ഉപ്പുവെള്ളമാണെങ്കിൽ നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവുമോ? ഈ ശുദ്ധമായ ഈ പുഴകൾക്കിടയിൽ, സമുദ്രങ്ങൾക്കിടയിൽ മറകൾ ഉണ്ടാക്കിയവൻ. പരസ്പരം കൂടിക്കലരാതെ ഈ പുഴയിൽ നിന്ന് ഒഴുകിച്ചെല്ലുന്നത് കടലിലേക്കാണ്. കടലിലെ വെള്ളം വേറെ, നമ്മുടെ പുഴയിലെ വെള്ളം വേറെ. ഇതൊക്കെ ഉണ്ടാക്കിയവൻ. അഇലാഹും മഅല്ലാഹ്, ഇങ്ങനെയൊക്കെ ചെയ്തവനോട് കൂടെ വേറെ ആരാധ്യനുണ്ടോ? പക്ഷേ ഇതൊന്നും ചിന്തിക്കാൻ ആളുകൾക്കാകുന്നില്ല. ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷേ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അധിക ആളുകളും മനസ്സിലാക്കുന്നില്ല. അള്ളാഹു തുടരുന്നു, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു വയക്ഷിഫു സ്സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാകപ്പെട്ടവന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പം ഉത്തരം ചെയ്യുന്നവരാരോ? വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും വരുമ്പോൾ, കടലിലും കാറ്റിലും കോളിലും സുനാമിയിലും പെടുമ്പോൾ അഭയം തേടുന്നവന് ഉത്തരം നൽകുന്നവൻ. വയക്ഷിഫു സ്സൂഅ, ഭൂമിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുക്കുന്നവൻ. എന്തൊക്കെ പ്രയാസങ്ങളാണ് വന്നത് ഭൂമിയിൽ? കൊറോണ വന്നു, സുനാമി വന്നു, വെള്ളപ്പൊക്കങ്ങൾ വന്നു. ഇതൊക്കെ മാറ്റിക്കൊടുക്കുന്നവൻ. അതൊക്കെ അവിടെ നിലനിർത്തിയാൽ കഴിഞ്ഞില്ലേ ഭൂമിയിലെ അവസ്ഥ? വയജ്അലുകും ഖുലഫാഅൽ അർദി, എന്നിട്ട് നിങ്ങളെ ഭൂമിയുടെ പ്രതിനിധികളാക്കുന്നവൻ. ഓരോ സമൂഹത്തിന് ശേഷവും നിങ്ങളതിൻ്റെ സമൂഹമായി വരുന്നു. നിങ്ങൾ മരിക്കുമ്പോൾ അതിന് പകരക്കാരെ വേറെ വരുന്നു. നിങ്ങളുടെ അനന്തര സ്വത്തും നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ സ്വത്തുക്കളും അനന്തരമെടുക്കാനും നിങ്ങളെ വീട്ടിൽ പാർക്കാനും മക്കളെ വരുന്നു, പേരമക്കളെ വരുന്നു. ഈ വിധത്തിൽ സംവിധാനിച്ചവൻ ഇലാഹും അല്ലാഹ്, അവനാണല്ലേ അള്ളാഹു. അവനോടുകൂടെ മറ്റ് ആരാധ്യരുണ്ടോ? അവനെ മാത്രമല്ലേ ആരാധിക്കാവൂ, അവനെ മാത്രമല്ലേ കടപ്പാടുകൾ അർപ്പിക്കാവൂ, അവനെ മാത്രമല്ലേ സ്നേഹിക്കാവൂ. ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷേ അധിക ആളുകളും വിവരമില്ലാത്തവരാണ്.
അള്ളാഹു തുടരുന്നു, അമ്മൻ യഹ്ദീകും ഫീ ദുൽമാത്തിൽ ബർരി വൽ ബഹർ, കടലിലും കരലുകളിലുമുള്ള ഇരുട്ടുകളിൽ നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നവൻ, വഴി കാണിക്കുന്നവൻ ആരാണ്? ആരാണ് ഇരുട്ടിൽ വഴി കാണിക്കുന്നവൻ? കരയിലും കരലിലുമുള്ള ഈ കടലിലൂടെ രാത്രിയും പകലുമില്ലാതെ മനുഷ്യന്മാർ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഭൂമിയിൽ രാത്രി ഇരുട്ടായാൽ ഈ വെളിച്ചം കത്തിക്കുന്നത് ആരാണ്? പകലിൽ സൂര്യനെ കത്തിക്കുന്നത് ആരാണ്? രാത്രിയോടെ കടലിലെയും കരയിലെയും ഇരുട്ടുകളിൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്നവൻ, നക്ഷത്രങ്ങളെ കൊണ്ടും മറ്റു പല കാര്യങ്ങളെ കൊണ്ടും സിഗ്നലുകൾ നൽകിയിട്ടും റഡാർ സംവിധാനത്തിലൂടെയുമൊക്കെ നിങ്ങൾക്ക് ഈ കൂരിരുട്ടിൽ വഴി കാണിക്കുന്നവൻ ആരോ? ഈ അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന മഴയ്ക്ക് മുമ്പിൽ കാറ്റ് എന്ന് പറയുന്ന സന്തോഷവാർത്ത പറഞ്ഞയക്കുന്നവൻ ആരാണ്? ഇലാഹും അല്ലാഹ്, അതൊക്കെ അള്ളാഹു അല്ലയോ? നല്ല മഴക്കാലം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നല്ല കാറ്റടിക്കും. കാറ്റില്ലെങ്കിൽ മഴയില്ല. മേഘത്തിന് സഞ്ചാരമില്ലെങ്കിൽ മഴയില്ല. അതിന് ബാഷ്പീകരണം നടക്കില്ല. ഇതല്ലേ അള്ളാഹു മാത്രമല്ലേ ചെയ്യുന്നത്? തആലല്ലാഹു അമ്മാ യുശ്രികൂൻ. എന്നിട്ടും അവർ അള്ളാഹുവിനോട് മറ്റ് ബിംബങ്ങളെ പങ്കാളികളാക്കുകയാണ്. അവൻ എത്ര പരിശുദ്ധനാണ്. അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, ഈ മനുഷ്യനെ ആദ്യമായി സൃഷ്ടിച്ചതാരാ? കേവലം പുരുഷൻ്റെ ഒരു ശുക്ലത്തുള്ളിയിൽ നിന്നും സ്ത്രീയുടെ ഒരു അണ്ടത്തിൽ നിന്നും കോടാനക്കോടി ഈ അംശങ്ങളിൽ നിന്നൊരംശം കൊണ്ട് ഈ ഗർഭപാത്രത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ തുടങ്ങിയതാരാണ്? സുമ്മ യുഈദുഹു, എന്നിട്ട് അവന് മരിച്ചതിന് ശേഷം അവനെ മടക്കുകയും ചെയ്യും. വമൻ യർസുഖുകും മിനസ്സമാഇ വൽ അർള്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് മഴ കൊണ്ടും വെള്ളം കൊണ്ടും ധാന്യങ്ങൾ കൊണ്ടും ഭക്ഷണം നൽകുന്നവൻ അതാരാണ്? അല്ലാഹുവല്ലയോ? അഇലാഹും മഅല്ലാഹ്, അങ്ങനെയുള്ള അള്ളാഹുവിനോട് കൂടെ വേറെ ദൈവങ്ങളുണ്ടോ? ഖുൽ, അങ്ങവരോട് പറയണം, ഹാത്തു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ, അള്ളാഹുവിന് തുല്യനായ ഒരാളുണ്ടെങ്കിൽ, ആരാധിക്കർഹനായ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. ഈ തെളിവുകൾക്ക് തുല്യമായി ആർക്കെങ്കിലും തെളിവ് കൊണ്ടുവരാൻ കഴിയുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതാണ് നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹു. അവനിലുള്ള ഈമാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിയോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിൻ്റെ ദൂതരായ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് അള്ളാഹു നൽകട്ടെ. അള്ളാഹുവിൻ്റെ മഅരിഫത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. അവൻ്റെ സുദ്ദീഖീങ്ങൾ സ്വാലിഹീങ്ങളോടുകൂടെ അള്ളാഹു നമ്മുടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.